നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഡൽഹി നിയമസഭയിലേക്കുള്ള പോളിംഗ് ദിവസത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യ തലസ്ഥാനത്തെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി കൺവീനർ ന്യൂഡൽഹി മണ്ഡലത്തിൽ ജനവിധി തേടുകയാണ്. എന്നാൽ അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. 30ഓളം മണ്ഡലങ്ങളിൽ മത്സരം കോൺഗ്രസും BJPയും തമ്മിൽ നേർക്കുനേർ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്നാൽ ആം ആദ്മി ബാക്കിയുള്ള 40 മണ്ഡലങ്ങളിൽ ശക്തമാണ്, സജീവവുമാണ്. എങ്ങും പ്രതീക്ഷകൾക്കപ്പുറത്തേക്കുള്ള ഒരു തൂക്കുസഭ എന്ന വിധി നിർണയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വോട്ട് ഷെയറിൽ സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസ് നേതാവായ ദേവേന്ദ്ര യാദവ് പറയുന്ന ഒരു കാര്യം വളരെ വ്യക്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ടൈഅപ്പ് ഉണ്ടാക്കിയ ആം ആദ്മി വാസ്തവത്തിൽ ഡൽഹിയിൽ കൃത്യമായി പണിയെടുത്തിരുന്നുവെങ്കിൽ കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന 2 ലോക്സഭാ സീറ്റുകളുണ്ട്. കനയ്യകുമാർ മത്സരിച്ച സീറ്റിൽ കനയ്യകുമാറിന്റെ പരാജയം ആം ആദ്മിയുടെ നിസ്സംഗത കാരണമായിരുന്നു. ഒരു കാലത്തും ആം ആദ്മിയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഷീലാ ദീക്ഷിത് വെറുതെ പറഞ്ഞതല്ല. അതിന് കൃത്യമായ കാതലായ കാരണങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 4 മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തെത്തിയിരുന്നു. അന്ന് ആം ആദ്മിയും കോൺഗ്രസും ടൈഅപ്പ് ഇല്ലാതെ വെവ്വേറെയാണ് മത്സരിച്ചത്. എന്നാൽ ഷീലാ ദീക്ഷിത് മനോജ് തിവാരിക്കെതിരെ മത്സരിച്ചപ്പോഴും അവർ മികച്ച രീതിയിൽ പോരാട്ടം നടത്താൻ കഴിഞ്ഞു. അവർ പരാജയപ്പെട്ടെങ്കിലും മനോജ് തിവാരിയുടെ വോട്ട് ഷെയർ ഗണ്യമായി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. ഡൽഹിയിൽ തുടർച്ചയായിട്ടുള്ള ലോക്സഭാ വിജയങ്ങൾക്ക് ശേഷവും BJP അധികാരത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. ഇത്തവണ ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖരായ 7ഓളം MLA-മാരാണ് BJPയിലേക്ക് അവസാന നിമിഷം രാജിവെച്ച് ചേക്കേറിയത്. BJP കോടികൾ പണം മുടക്കിയാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനും ഇലക്ഷൻ കമ്മീഷനെ ദുരുപയോഗം ചെയ്ത് അട്ടിമറിക്കാനുമുള്ള ശ്രമം നടത്തിയത്. എന്നാൽ കോൺഗ്രസ് ശുഭപ്രതീക്ഷയിലാണ് എന്നും 30ഓളം സീറ്റുകൾ കോൺഗ്രസ് ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള സ്വിംഗ് സീറ്റ്സുകൾ എങ്ങനെയായിരിക്കും എന്നത് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തേക്ക് മാത്രമേ പറയാൻ കഴിയൂ. ശക്തമായ അടിയൊഴുക്കുകൾ 20ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇതിൽ കൽക്കാജി മണ്ഡലം ഉൾപ്പെടുന്നു. അൽക്കാലാംബിയാണ് കൽക്കാജി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആം ആദ്മിക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത് മുഖ്യമന്ത്രിയായ അതിഷി മാർലേനെയാണ്. നിലവിൽ ആം ആദ്മിയുടെ ഗ്രാഫ് പരിതാപകരമായ അവസ്ഥയിലേക്കാണ്. പഞ്ചാബിലും പൊട്ടിത്തെറി അതിരൂക്ഷമാവുകയാണ്. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രതികൂലമായാൽ ആം ആദ്മി ഛിന്ന ഭിന്നമാകും. അധികാരമില്ലെങ്കിൽ ആം ആദ്മിക്ക് നിലനിൽപ്പില്ല. കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് തന്നെ മടങ്ങുന്ന സാഹചര്യം ഒരുക്കണ്ടെങ്കിൽ അധികാരം വിട്ടുകൊടുക്കൂ എന്നാണ് BJPയുടെ ഡിമാൻഡ്. BJPയും ആം ആദ്മിയും കൂടി ഒത്തുകളിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ BJPയെ ജയിപ്പിക്കാനാണ് കെജ്രിവാളും കൂട്ടരും പരമാവധി ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ജയിൽ ഉറപ്പിച്ചോളൂ എന്ന BJPയുടെ ഭീഷണിക്ക് വഴങ്ങി നിൽക്കുകയാണ്. അഴിമതി കാണിച്ച് അതിൽ പെട്ടുപോയിരിക്കുന്ന കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും അഴിമതിയുടെ കഥ തേച്ച് മായ്ക്കാനും ക്ലീൻ ചിറ്റ് നൽകാനും വേണ്ടിയുള്ള മത്സരമാണ്, ഒരു സൗഹൃദ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. സർവത്ര റിപ്പോർട്ടുകളും ആം ആദ്മിയിലുള്ള നിരവധി ഏജന്റുകൾ തങ്ങളോട് വ്യക്തമാക്കിയതായും ദേവേന്ദ്ര യാദവ് പറയുന്നു.